ഹലോ ഓൾ. നമ്മുടെ സുപ്രീം കോടതി ഇന്ന് നീറ്റ് സ്കാമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ കേട്ടിരുന്നു. അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വിശദമായിട്ടുള്ള വാദം ഏതാണ്ട് ഉച്ചയ്ക്ക് 11:30 11:45 കൂടി ആരംഭിച്ച് വൈകുന്നേരം 4 മണി കോടതി പിരിയും വരെയും ഈ ഒരു കേസായിരുന്നു വാദം കേട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം സുപ്രീം കോടതി ഇപ്പോൾ നാളത്തേക്ക് നാളെ വൈകുന്നേരം 5 മണിന്ന് ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ മറ്റന്നാൾ ഉച്ചയ്ക്ക് ശനിയാഴ്ച ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് മുഴുവൻ സെൻറ്റേഴ്സിൻ്റെയും അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികളുടെയും റിസൾട്ട് പബ്ലിക് ആക്കിയിട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൺഡേ കേസ് കേൾക്കാം എന്നുള്ളതാണ് ഫൈനലി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇന്ന് നടന്ന ഇവൻറ്റുകൾ എന്തായിരുന്നു? ഇന്ന് വളരെ ശക്തമായ വാദങ്ങളും പ്രതിവാദങ്ങളും വെച്ചിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഒരു ജനറൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ കീ ടേക്ക് അവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. മൺഡേയിലേക്ക് കേസ് കേൾക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടിരിക്കുന്നു എന്നുള്ളതും പിന്നെ NTA മുഴുവൻ റിപ്പോർട്ടുകളും വെക്കാനും വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ നമുക്ക് ടൈം ബൈ ടൈം ആയിട്ട് ഓരോ രാവിലെ മുതൽ തുടങ്ങുന്ന സമയം മുതൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നിരുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് Mint.com റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണുള്ളത്. അപ്പോൾ രാവിലെ തന്നെ റിപ്പോർട്ട് വന്നിരുന്നു. 11:15 കൂടി തന്നെ നമ്മളുടെ കേസ് കേൾക്കാൻ ആരംഭിക്കും എന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയിപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ മുതൽ തന്നെ നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. എന്താണ് ഈ കേസിൽ കേൾക്കാൻ വേണ്ടി പോകുന്നത്, എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ 11:30ക്കാണ് സുപ്രീം കോടതി കേസ് കേട്ട് തുടങ്ങിയത്. അന്ന് സുപ്രീം കോടതി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, വി വിൽ ഹിയർ ദ മാറ്റർ ടുഡേ, യങ് സ്റ്റുഡൻസ് ആർ വെയിറ്റിംഗ് എന്നുള്ളതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് റീ എക്സാമിന്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മളെന്തായാലും കേൾക്കും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് സുപ്രീം കോടതി അറിയിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഹിയറിംഗ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു CBIയുടെ രണ്ടാമത്തെ റിപ്പോർട്ട്, അതായത് കഴിഞ്ഞ ദിവസം കേൾക്കാൻ വേണ്ടി റിപ്പോർട്ട് വെക്കാൻ പറഞ്ഞ CBI ഒരു പ്രഥമ റിപ്പോർട്ട് വെച്ചിരുന്നു. രണ്ടാമത്തെ റിപ്പോർട്ടും വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സോളിസിറ്റർ ജനറലാണ് അത് അറിയിച്ചത്. സെക്കൻഡ് റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞത് തലേദിവസം ഈവനിംഗ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ പെറ്റീഷണേഴ്സ് പാർട്ടി അവർ ഓൾറെഡി പറഞ്ഞു ആ റിപ്പോർട്ട് റിവീൽ ചെയ്യണം എന്നുള്ള ഒരു സൂചന വെക്കുമ്പോൾ തന്നെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഒരിക്കലും CBI റിപ്പോർട്ട് റിവീൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല ഈ ഒരു സമയത്ത്. കാരണം വളരെ ലളിതമാണ്. കാരണം ഈ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് റിപ്പോർട്ട് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആളുകൾക്ക് അതൊരു ഹെൽപ്പ് ആവും എന്നുള്ളതാണ്. ക്യാൻ റിവീൽ ദ CBI റിപ്പോർട്ട് എന്നാണ് സുപ്രീം ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞു. അതിനുശേഷം റീ എക്സാമിനേഷൻ വേണമെന്നുള്ള പെറ്റീഷനേഴ്സിൻ്റെ ഹർജി കേട്ട സമയത്ത് ഏകദേശം 12 മണിയോട് കൂടിയിട്ട് അവർ പറഞ്ഞത് വെച്ചാൽ റീ എക്സാം ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള, അതായത് കോൺക്രീറ്റ് ഫുട്ടിംഗ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതായത് വളരെ ശക്തമായിട്ട് ഇതൊരു രാജ്യവ്യാപകമായിട്ട് ഇതിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തെളിയിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും എന്താ പറയുക, ഒരു ചെറിയ വാദത്തിൻ്റെ പുറത്ത് തരാൻ വേണ്ടി പറ്റില്ല. അതായത് 23 ലക്ഷം ആളുകളിൽ എഴുതിയതിൽ 1 ലക്ഷം ആളുകൾക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ എന്നുള്ളതൊന്നും ഒരു റീ എക്സാമിനേഷനുള്ള വാദഗതിയല്ല. കൃത്യമായിട്ടുള്ള റീ എക്സാമിനേഷൻ ഹാസ് ടു ബി ഓൺ കോൺക്രീറ്റ് ഫൂട്ടിംഗ് എന്നുള്ളതാണ് സുപ്രീം കോടതി ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ലഞ്ചിന് മുന്നേ ആണ് കേട്ടോ. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഇതിനകത്ത് ഇന്ന് അവർ ചർച്ച ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ IIT മദ്രാസ് 23 ലക്ഷം ആളുകളുടെയും മൊത്തം ഡേറ്റ അനലൈസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം സുപ്രീം കോടതി പറഞ്ഞതാണ്, ഏതെങ്കിലും എക്സ്പെർട്ട് കമ്മിറ്റീനെ കൊണ്ട് ഇത് അനലൈസ് ചെയ്യിപ്പിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തൊരു തീരുമാനമാക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് IIT മദ്രാസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് പെറ്റീഷനേഴ്സ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, IIT മദ്രാസിൻ്റെ വാദം അംഗീകരിക്കാനാവില്ല. കാരണം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, IIT മദ്രാസിൻ്റെ ഡയറക്ടർ, വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് ഓഫ് IIT മദ്രാസ് ഇസ് എ മെമ്പർ ഓഫ് ഗവേണിംഗ് ബോഡി ഓഫ് NTA. NTAയുടെ ഗവേണിംഗ് ബോഡിയിലുള്ള ആൾ IIT മദ്രാസിൻ്റെ ഒരു ഡയറക്ടറാണ്. അതുകൊണ്ട് NTAക്ക് വേണ്ടിയിട്ട് IIT മദ്രാസ് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പം NTA ക്ലാരിഫൈ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഫോർമർ ഡയറക്ടർ, പാസ്റ്റ് ഡയറക്ടറാണ് മെമ്പർ ഓഫ് ദ ഗവേണിംഗ് ബോഡി. ഇപ്പോഴത്തെ ഡയറക്ടർ IIT മദ്രാസിൻ്റെ പഴയ ഡയറക്ടറാണ്, അല്ലാണ്ട് ഇപ്പോഴത്തെ ഡയറക്ടർ അല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും പ്രതിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ പെറ്റീഷനേഴ്സ്, നമ്മൾ റീനീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് വരുന്ന പെറ്റീഷനേഴ്സ് വാദിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ IIT മദ്രാസിൻ്റെ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനകത്തും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ NTAൻ്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നോ ഇൻഡിക്കേഷൻ ഓഫ് മാസ് മാൽ പ്രാക്ടീസ്, പരക്കെ പ്രശ്നം നടന്നതായിട്ട് ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. ഈവൻ IIT മദ്രാസിൻ്റെ റിപ്പോർട്ട് വെച്ചതുപോലെ തന്നെ അതിനകത്ത് അവർ കറക്റ്റായിട്ട് പറഞ്ഞത് എങ്ങനെയാണ്, ദ അനാലിസിസ് ബൈ IIT മദ്രാസ് ഷോഡ് ദാറ്റ് ദർ ഈസ് നെയ്തർ എനി ഇൻഡിക്കേഷൻ ഓഫ് മാൽ പ്രാക്ടീസ് നോർ ലോക്കലൈസ്ഡ് സെറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിട്ടോ എല്ലായിടത്തുമായിട്ടോ മാൽ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഇൻഡിക്കേഷൻസ് ഒന്നും ആ IIT മദ്രാസ് നടത്തിയിട്ടുള്ള സാധനത്തിൽ ഇല്ല എന്നുള്ള കാര്യം NTA വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ പെറ്റീഷണേഴ്സ് അഡ്വക്കേറ്റ് ഹൂഡ, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, IIT മദ്രാസിൻ്റെ ഈ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്തു. ഇത് ശരിയല്ല. കാരണം ഇൻഫ്ലേഷൻ ഓഫ് മാർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീക്കും, അതായത് ലീക്ക് നടന്നിട്ടുണ്ടെന്ന് സമ്മതിച്ചു, ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് സംഭവിച്ചു, എന്നിട്ടും ഇവരുടെ സാധനത്തിൽ കാണാത്തതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള രൂപത്തിലാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് സുപ്രീം കോടതിൻ്റെ ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എത്ര കുട്ടികൾ
സെൻഡേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ സെൻഡർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ വാദത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അതൊരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണോ? അതോ ഇവർക്ക് എന്തെങ്കിലും ഒരു ഗൂഢാലോചനയുടെ പാർട്ടായിട്ടാണോ കുറച്ച് കുട്ടികളെ സെൻഡർ മാറ്റിയതെന്നുള്ള കാര്യം. അപ്പോൾ എത്ര കുട്ടികൾ സെൻഡർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ NTA കൗൺസിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് പറയാം എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ എത്ര ആൾക്കാർക്കാണ് വി വിൽ നെവർ നോ എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയില്ല എന്നുള്ളൊരു കാര്യമാണ് NTA കൗൺസിൽ. അത് എത്ര പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം സിസ്റ്റത്തിൽ ജനറേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. തടി തപ്പുന്ന പോലെയാണ് തോന്നിയത്. അതിനുശേഷമാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ലഞ്ചിന് പോയത്. 2 മണിക്ക് തിരിച്ചു തുടങ്ങി. ലഞ്ചിന് കഴിഞ്ഞ് തിരിച്ചു തുടങ്ങുന്ന സമയത്ത് വീണ്ടും ഇത് തന്നെയാണ് നമുക്ക് അവിടെ കിട്ടുന്ന ഏറ്റവും സാധനം. റീടെസ്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓൺ ദ സാങ്ക്ടിറ്റി ഓഫ് എൻറ്റയർ എക്സാമിനേഷൻ അഫക്റ്റഡ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അതായിരുന്നു ഇതിന് മുന്നേ കിട്ടിയിട്ടുള്ള ഫൈനൽ റിപ്പോർട്ട്. 2 മണിക്ക് ശേഷം തുടങ്ങുന്ന സമയത്ത് ആദ്യം വന്നിരുന്ന കാര്യം എന്ന് വെച്ചാൽ IIT റിപ്പോർട്ട് ചാർട്ട് ഡസ് നോട്ട് ഷുവർ എന്താ പറയുക ജയ്പൂരിലുണ്ടായിരുന്ന കേസുകൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ദെയർ വാസ് നോ അത് ഈ പറഞ്ഞ ജയ്പൂരിൽ അങ്ങനെ ഒരു ഇൻസിഡൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ടോപ്പേഴ്സിൻ്റെ നമ്പറൊന്നും ഇൻക്രീസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് IIT റിപ്പോർട്ട്. അതായത് ബേസിക്കലി ഈ റീനീറ്റ് വേണമെന്ന് വാദിക്കുന്ന ആളുകൾ ട്രൈ ചെയ്തിട്ടുള്ള ഒരു കാര്യം IIT എന്ന് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്, അതായത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള റിപ്പോർട്ട് ശരിയല്ല എന്ന് വാദിക്കുന്നിടത്താണ് അവർ കുറേയധികം ടൈം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ രാജസ്ഥാൻ ഇതാണ് അവർ ആ ഒരു കാര്യം NTA കൃത്യമായിട്ട് ചോദിച്ചു. NTA കൗൺസിലിനോട് രാജസ്ഥാൻ രണ്ടാമത് എന്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഒരു ദിവസത്തേക്ക് വേണ്ടി തുടങ്ങി. ഏപ്രിൽ മാസത്തിൽ 9-ാം തീയതിയും 10-ാം തീയതി ഒറ്റ ദിവസത്തേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു സംശയം ഉളവാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചപ്പോൾ NTA പറഞ്ഞത് രാജസ്ഥാൻ ഹൈക്കോർട്ടിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ആ ഓർഡറിന് പ്രമാണിച്ചായിട്ടാണ് ഒരു ദിവസത്തേക്ക് തുടങ്ങിയതെന്നുള്ള പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ രാജസ്ഥാൻ ഹൈക്കോർട്ട് ഓർഡർ എവിടെ എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് NTA ചോദിച്ചു എത്ര കുട്ടികളാണ് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തതിൽ 1500 കുട്ടികൾ, 1500 അല്ല 15,000 ന്യൂ രജിസ്ട്രേഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇതിനകത്ത് നിന്ന് 12,000 കുട്ടികളും ഈ രജിസ്റ്റർ ചെയ്ത 15,000 കുട്ടികളിൽ നിന്ന് 12,000 പേര് ഫെയിലായി, കട്ട് ഓഫ് മാർക്കിൻ്റെ താഴേക്കാണ് പോയത്. ആൻഡ് ആ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തതിൽ നിന്ന് 44 പേര് മാത്രമാണ് അഡ്മിഷൻസിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ സോളിസിറ്റർ ജനറൽ NTAക്ക് വേണ്ടി ഹാജരായിട്ടുള്ള സോളിസിറ്റർ ജനറൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 44 അതൊരു ക്ലൂ ഒരു പ്രധാനമായിട്ട് 15,000 പേര് രജിസ്റ്റർ ചെയ്തു, 12,000 പേര് ഡിസ്ക്വാളിഫൈ ആയിട്ട് 44 പേര് മാത്രമായത്. സോ അതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളൊരു കാര്യമാണ് NTA അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയും IITൻ്റെ റിപ്പോർട്ട് തന്നെ അവർ മാർക്ക് കൂടിയിട്ടുണ്ട്. ഇത്തവണ IIT റിപ്പോർട്ട് പ്രകാരം തന്നെ 550 മുതൽ 720 വരെയുള്ള മാർക്കുകളിൽ 77,000 കുട്ടികളുടെ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു IIT റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇൻക്രീസ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് കാരണമാണ് എന്നാണ് നമ്മളുടെ പെറ്റീഷണേഴ്സ് വാദിക്കുന്നതെങ്കിൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ അവർ പറയുന്നത് സിലബസാണ്. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സിലബസിലെ ഇൻക്രീസ് ഇൻ സിലബസ് എന്ന് അവർ പറയുന്നത് വെച്ചാൽ ഇത്തവണ നമ്മുടെ പ്രാക്ടിക്കൽ സിലബസ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അത് ഒരു ഫ്യൂ മന്ത്സ് മുന്നേ മാത്രമാണ് പറഞ്ഞത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ NTA അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനോ വേറെ കാര്യങ്ങൾ നിൽക്കാനോ ഒന്നും പോയിട്ടില്ല ആ സാധനത്തിനകത്ത്. കാരണം അതൊരു വലിയ വാലിഡ് ആയിട്ടുള്ള വാദമായിട്ട് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വന്നത് എന്താ വെച്ചാൽ തൊട്ടടുത്ത് വന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചെയിൻ ഓഫ് കസ്റ്റഡി, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യുന്നത് മുതൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് വരെയുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സുപ്രീം കോർട്ട് ചെയിൻ ഓഫ് കസ്റ്റഡി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. ഏപ്രിൽ 24-നാണ് ക്വസ്റ്റ്യൻ സെൻറ്റേഴ്സിലേക്ക് ഓരോ സെൻറ്റേഴ്സിലേക്ക് ഇത് സാധനം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്പാച്ച് ചെയ്തു. എന്നിട്ട് മെയ് 3 ആയപ്പോഴത്തേക്കും തൊട്ടടുത്തിട്ടുള്ള ബാങ്കുകളിലേക്ക് SBI ബാങ്കിലേക്കും കാനറ ബാങ്കിലേക്കും ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇവർ പറഞ്ഞത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്തിട്ട് 24-ന് ഡിസ്പാച്ച് ചെയ്ത് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സുപ്രീം ചീഫ് ജസ്റ്റിസ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ 571 സെറ്റ് ഇതിലേക്കായിട്ട് 9 ദിവസം എടുത്തിട്ടാണ് ഈ സാധനം എത്തിയെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് GPS ട്രാക്കിംഗ് ഉണ്ടായിരുന്നു, കറക്റ്റായിട്ടുള്ള ഡിജിറ്റൽ ലോക്കർ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും 7 ലെയർ സേഫ്റ്റി സിസ്റ്റത്തിലാണ് ഈ സാധനം ട്രാക്ക് ചെയ്തതെന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സുപ്രീം കോടതി ചോദിച്ചായിരുന്നല്ലേ അതിൻ്റെ ഇടയിൽ NTA പറഞ്ഞതെന്ന് വെച്ചാൽ 28-ാം തീയതി ആണെന്ന് പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി വെച്ച് 24 അല്ലേ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ 24-നും 28-നും ഇടയിലാണ് പോയെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് നമ്മളെ വാദിഭാഗം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് റീനീറ്റിന് വേണ്ടി വാദിക്കുന്ന ഭാഗം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹസാരിബാഗിൽ ഈ പെട്ടികൾ, അതായത് ഈ എക്സാം കൊണ്ടുവന്ന സാധനങ്ങൾ ഓട്ടോറിക്ഷയിലാണ് ട്രാവൽ ചെയ്യിപ്പിച്ചത്. അതും ഡയറക്റ്റ്ലി പോയത് സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ അടുത്തേക്കാണ് പോയത്. അതായത് ശരിക്കും പോകേണ്ടിയിരുന്നത് ഇത് നമ്മുടെ SBIയുടെ കാനറ ബാങ്കിൻ്റെ ലോക്കറിലേക്ക് പോകുന്നതിന് പകരം ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് സ്കൂൾ
പ്രിൻസിപ്പലിൻ്റെ അടുത്തേക്ക് പോയില്ലേ എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും CBIയുടെ ഇൻവെസ്റ്റിഗേഷനിൽ വന്ന CBI ആ പ്രിൻസിപ്പലിനടക്കം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. സോ ഇങ്ങനെ വളരെ എന്താ പറയുക ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു വാദം ഗതികളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ റിക്ഷയിൽ പോയ ഒരു സാധനങ്ങൾ കാര്യമായിട്ട് തന്നെ അത് വാദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്ത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സിസ്റ്റമിക് ഫെയിലിയർ ആണ്. ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നതിൽ NTA പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്നുള്ളൊരു കാര്യം ഇവർ കാര്യമായിട്ട് വാദിച്ചിരുന്നു കോടതിയിൽ വെച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് അതിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞത് വെച്ചാൽ മറ്റേ ടെലഗ്രാം വീഡിയോ സുപ്രീം കോടതി അത് മെയ് 4-ന് തന്നെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുണ്ടെന്നുള്ളതിൻ്റെ ടെലഗ്രാം വീഡിയോ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഈ വാദിഭാഗം അത് ആവശ്യപ്പെട്ടപ്പം ടെലഗ്രാം വീഡിയോ പറഞ്ഞത് ഇറ്റ് ഈസ് ഡോക്ടേർഡ്, അത് ഉണ്ടാക്കിയെടുത്തതാണ്, കെട്ടിച്ചമച്ചതാണെന്നുള്ളതാണ് സോളിസിറ്റർ ജനറൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു തർക്കത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അതിനകത്ത് ടൈം വെച്ചിരുന്നത് മെയ് 5, 17, 40 എന്നുള്ളതാണ് ആ ടെലഗ്രാം വീഡിയോയിലെ ടൈം ഉള്ളത്. അപ്പോൾ മെയ് 5, 17, 40 എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ പറയുന്നത് അത് കെട്ടിച്ചമച്ചതാണ് എന്നുള്ളതാണ് NTA അതിനെതിരെ ആർഗ്യുമെന്റ് ചെയ്തത്. ഇതിനൊന്നും സുപ്രീം കോടതി പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അതിനകത്ത് ബേസിക്കലി എപ്പോഴാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തത് എന്നുള്ളൊരു കാര്യം ചോദിച്ചു. അപ്പോൾ NTA പറഞ്ഞിട്ടുള്ളൊരു കാര്യം വെച്ചിട്ടാണെങ്കിൽ 5-ാം തീയതി മോർണിംഗിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് നടന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്നുള്ളത് NTA സമ്മതിക്കുന്നുണ്ട് കേട്ടോ, അത് വലിയൊരു കാര്യമാണ്. ആൻഡ് സ്റ്റുഡൻസ് ആ സമയം കൊണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ കാണാപ്പാഠം വരുത്താൻ വേണ്ടി പറ്റി നോക്കി. ആൻഡ് അതിന് ശേഷമാണ് പോയത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ സുപ്രീം കോടതി വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഉണ്ടാവുക സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ ഒരു 10 45 മിനിറ്റ് കൊണ്ട് ഒരിക്കലും ഇതുണ്ടോ ഈ ഒരു 45 മിനിറ്റ് NTA ഹൈപ്പോത്തിസിസ് NTA പറഞ്ഞതനുസരിച്ചിട്ട് 8:15 മുതൽ 10:15 വരെയുള്ള സമയം കൊണ്ട് ആരാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തത്? കാരണം ഇത്ര പെട്ടെന്ന് 45 മിനിറ്റ് കൊണ്ടൊന്നും സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പേപ്പർ അല്ലല്ലോ എന്നുള്ള രൂപത്തിലേക്ക് ആ സാധനം മുന്നോട്ട് കൊണ്ടുപോയി. ആൻഡ് അതെങ്ങനെയാണ് 45 മിനിറ്റ് കൊണ്ട് ഈ പറയുന്ന സാധനങ്ങൾ സോൾവ് ചെയ്യുക, അത് ഭയങ്കരമായിട്ട് ഫാർ ഫെച്ച്ഡ് ആണ്. അത് ഉണ്ടാക്കിയ ഒരു കഥ പോലെ തോന്നുന്നുണ്ട്. കാരണം 45 മിനിറ്റ് കൊണ്ട് ഈ പറയുന്ന നീറ്റിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും ആരെങ്കിലും സോൾവ് ചെയ്തു എന്നുള്ള കാര്യം അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അങ്ങനെ തന്നെ ചോദിച്ചു, ഈസ് ഇറ്റ് പോസിബിൾ ദാറ്റ് അത് 9:30 മുതൽ 10:15 വരെയുള്ള സമയം കൊണ്ട് ഇത് മുഴുവൻ സോൾവ് ചെയ്ത് ഒരാൾക്ക് കൊടുക്കാൻ കഴിയുമോ? അങ്ങനെ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തലേ ദിവസം രാത്രി തന്നെ ലീക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ എന്നുള്ളൊരു കാര്യം സുപ്രീം കോടതി കാര്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ സീംസ് വെരി ഫാർ ഫെച്ച്ഡ്, ഇത് ഉണ്ടാക്കിയെടുത്ത കഥ പോലെ ഉണ്ട് എന്നുള്ളതാണ് സുപ്രീം കോടതി അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ ഇടയിൽ ഗോദ്ര ഇൻസിഡൻറ്റ് വന്നു. ഗോദ്ര ഇൻസിഡൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗുജറാത്തിൽ അഹമ്മദാബാദിൽ അവിടെ ഗോദ്രയിൽ കുറച്ച് ആളുകൾ ആവശ്യമില്ലാത്ത അറിയില്ലാത്ത ഉത്തരങ്ങൾ വിട്ടുകൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നമുക്ക് അവിടുത്തെ ഓഫീസേഴ്സ് ഫില്ല് ചെയ്തോളും എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ഗോദ്രയിൽ പേപ്പർ ലീക്കായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, അതൊരു സ്കാമാണ്, ഒരു തട്ടിപ്പാണ് അവിടെ നടന്നത്. പക്ഷെ അത് പേപ്പർ ലീക്ക് ചെയ്യല്ല ചെയ്തത്, അത് അവിടെ ആൻസർ പേപ്പേഴ്സ് ഫില്ല് ചെയ്യാനുള്ള ഒരു സംവിധാനം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നുള്ളൊരു കാര്യം ആര് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതെന്ന് വെച്ചാൽ റിസൾട്ട് നാളെ വൈകുന്നേരത്തിനുള്ളിൽ മുഴുവൻ റിസൾട്ട് നാളെ വൈകുന്നേരത്തിനുള്ളിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടും സോളിസിറ്റർ ജനറൽ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അത് കുട്ടികളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യും. ഇപ്പം ഐഡന്റിറ്റി മാറ്റി വെച്ചിട്ട് കൊടുത്തോളാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ NTA എന്ത് ചെയ്യാൻ വേണ്ടിയാണ് സിറ്റി വൈസ് ആൻഡ് സെൻറ്റർ വൈസ് റിസൾട്ട് ഓരോ സിറ്റികളിലും ഓരോ സെൻറ്ററുകളിലും 571 സെൻറ്ററുകളിലാണ് പറഞ്ഞത്. 571 സെൻറ്ററിലെ റിസൾട്ടുകൾ സെപ്പറേറ്റ് കാണിക്കണം. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കള്ളത്തരമുണ്ടെങ്കിൽ സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞത് ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പേർട്സ് ഇത് പുറത്തുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് സുപ്രീം കോടതിനെ അറിയിക്കും. അതിന് വേണ്ടിയിട്ട് നാളെ വൈകുന്നേരം 5 മണി എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റിലേക്ക് അവർ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, എന്തായാലും മുഴുവനായിട്ടും പറയുന്നുണ്ടാവും. ആൻഡ് ഇതാണ് ഇന്നത്തെ സമ്മറി. ഗവൺമെന്റിന്റെ അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. സുപ്രീം കോർട്ടിന് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു വൈഡ് സ്പ്രെഡ് ലീക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് കൃത്യമായിട്ടും ഗവൺമെന്റിന്റെ അഫിഡവിറ്റിൽ അവർ അറിയിച്ചിട്ടുള്ളത്. അവർ കൃത്യമായിട്ട് എക്സാം നടത്തിയ വഴികളും കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കാത്തിരിപ്പാണ്. ഇനി എപ്പോഴാണ് ഈ പറയുന്ന റിസൾട്ടുകൾ മുന്നോട്ട് വരിക, ഇനി എന്താണ് ഇതിനകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. സോ ഇന്ന് ഒരു 11:30 മുതൽ വൈകുന്നേരം 4 മണി വരെ നീണ്ടു നിന്ന കാത്തിരിപ്പ്, അതിൽ സുപ്രീം കോടതി ഒരു ഏകദേശ തീരുമാനത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ആൻഡ് നമുക്കറിയാം ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും, ഇനി എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകാന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് നമുക്ക് ഏകദേശ ധാരണയുണ്ട്. മൺഡേ രാവിലെ 10:30 വീണ്ടും കേസ് കേൾക്കാൻ ആരംഭിക്കുമെന്നും മൺഡേ തന്നെ വിധികൾ വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനടുത്തേക്ക് കൗൺസിലിംഗ് നീട്ടി വെക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ച് സുപ്രീം കോടതി കേട്ടിട്ടില്ല, പ്രത്യേകിച്ച് അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ മേ ബി കൗൺസിലിംഗ് നോട്ടീസ് വരുമായിരിക്കും. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം. പക്ഷേ എന്തിരുന്നാലും ഇനി ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസം കൂടി കാത്തിരിപ്പ്. മൺഡേയിലേക്ക് നമുക്ക് ഇതിലൊരു തീരുമാനം ആകുമെന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ താഴേക്ക് കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മൾ ഫർദർ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായിട്ടും അപ്ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ നമ്മൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ബൈ, സീ യു.